കൊറോണ വൈറസ് COVID-19 പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരളത്തിൽ വന്നിട്ട് ഒരു വർഷം തികയാൻ പോവുകയാണ്. തൊട്ടടുത്ത് നമ്മൾ എത്താൻ പോവാണ്. അപ്പോഴത്തേക്ക് വാക്സിൻ എല്ലാം കണ്ടെത്തി ജാഗ്രതയോടെ മുന്നോട്ട് പോയതിൻ്റെ ഫലമായി പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകരും പോലീസും മറ്റുള്ള വ്യക്തികളൊക്കെ ചേർന്ന് ജനങ്ങളും കൂടുതൽ സഹകരിച്ചു. ജാഗ്രതയുടെ മുന്നോട്ടൊരു ഫലമായി മരണ നിരക്ക് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വാക്സിനെ കണ്ടെത്തി ഒരു വർഷം തികയാൻ പോവുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്ന് നമുക്ക് ചോദിച്ചറിയാൻ ഡോക്ടർ മുഹമ്മദ് അൻഷിൽ നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടറിനോട് നമുക്ക് ചോദിക്കാം. അദ്ദേഹമാണ് നമ്മൾ നേരത്തെ എപ്പിസോഡിലൊക്കെ കണ്ടിട്ടുണ്ട്, ബ്രേക്ക് ദ ചെയിൻ, ആരോഗ്യമന്ത്രിയും കൂടെ ചേർന്ന് ബ്രേക്ക് ദ ചെയിൻ എന്നുള്ളൊരു ക്യാമ്പയിൻ, ഒരു പദ്ധതി ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോയത്. വളരെ വിജയം തന്നെയായിരുന്നു അത്. ഡോക്ടറോട് ചോദിക്കാം, ഡോക്ടർ എത്തരത്തിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല, സ്കൂളും കോളേജും എല്ലാം തുറന്നു കഴിഞ്ഞു, എത്തരത്തിലാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് ഡോക്ടർ? ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മുമ്പ് സൂചിപ്പിച്ചിരുന്നു, നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടത് ഒരു സെൽഫ് ലോക്ക്ഡൌൺ ആണ്. എന്താണ് ഈ സെൽഫ് ലോക്ക്ഡൌൺ? നമ്മളിപ്പോൾ ജീവനും ജീവനോപാധികളും ആരോഗ്യ സംവിധാനങ്ങളെയും കൃത്യമായ ടൈട്രേഷൻ നടത്തുമ്പോൾ നമുക്ക് ഈ ആളുകളുടെ ജീവനോപാധികൾ തുറന്നു കൊടുത്തേ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും ജീവിതം ആവശ്യമാണ്, അല്ലെങ്കിൽ അവർക്ക് ജീവനോപാധികൾ ആവശ്യമാണെന്നുള്ളതുകൊണ്ട് ഇളവുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം തുടരേണ്ടതുകൊണ്ട് സ്കൂളുകൾ ആരംഭിക്കും. അതെല്ലാം വളരെ കൺട്രോൾഡ് ആയിട്ട് ആരംഭിക്കാം. അപ്പോൾ ഈ കൺട്രോൾഡ് ആയിട്ട് ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് സ്വയം സുരക്ഷിതരാവുക? അതിനാണ് സെൽഫ് ലോക്ക്ഡൌൺ വേണമെന്ന് പറഞ്ഞത്. എന്താണ് ഈ സെൽഫ് ലോക്ക്ഡൌൺ? അതിൽ പാലിക്കേണ്ട 3 കാര്യങ്ങളും ഒഴിവാക്കേണ്ട 3 കാര്യങ്ങളും, അതാണ് സെൽഫ് ലോക്ക്ഡൌൺ. നമ്മൾ ലോകത്തെല്ലായിടത്തും നമുക്ക് ചുറ്റുവട്ടത്ത് എന്ത് തന്നെ സ്ഥാപനങ്ങൾ തുറന്നാലും നമ്മൾ എങ്ങനെ ലോകത്ത് സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാലും നമ്മളിലേക്ക് വൈറസ് എത്തണമെങ്കിൽ നമ്മുടെ മൂക്ക്, നമ്മുടെ വായ, നമ്മുടെ കൈകൾ ഇത് വഴിയാണ് എത്തുക. അപ്പം മാസ്ക് ധരിക്കുക, അകലം പാലിക്കുക, കൈകൾ ശുചീകരിക്കുക, ആ 3 കാര്യങ്ങൾ SMS എന്നുള്ള കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കുക എന്നുള്ളതാണ് ഈ സെൽഫ് ലോക്ക്ഡൌണിന്റെ അടിസ്ഥാനപരമായ തത്വം. അതുപോലെ ഒഴിവാക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ക്രൗഡിങ്. നമ്മൾ ആളുകൾ ക്രൗഡിങ് ഒഴിവാക്കുക. എന്ത് രീതിയിലുള്ള ക്രൗഡിങ് ഒഴിവാക്കുക? ഇപ്പൊ കല്യാണം ആയിക്കഴിഞ്ഞാലും ഫ്യൂണറൽ ആയിക്കഴിഞ്ഞാലും ആരെ പറ്റിക്കാൻ വേണ്ടി ഇപ്പൊ സർക്കാർ ഇങ്ങനെ നിയന്ത്രണം പറയുന്നു, എന്നാൽ ഞാൻ അത് പറ്റിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം, ആരെ പറ്റിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്നല്ല, കാരണം സ്വയമാണ് അപ്പോൾ അവിടെ വഞ്ചിക്കപ്പെടുന്നത്. അതുകൊണ്ട് പരമാവധി ക്രൗഡിങ് ഒഴിവാക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, കൺജസ്റ്റഡ് അറ്റ്മോസ്ഫിയർ ഒഴിവാക്കുക. കൺജസ്റ്റഡ് അറ്റ്മോസ്ഫിയറിന് അടച്ചിട്ട മുറികൾ, AC മുറികൾ, അത് ഒഴിവാക്കിയിട്ട് പരമാവധി നമ്മൾ ഈ സ്കൂളുകളിലെ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പം പുറത്തിരുന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് വായു സഞ്ചാരം കൃത്യമുള്ള സ്ഥലത്ത് ഇരിക്കുക എന്നതാണ് കൺജസ്റ്റഡ് പ്ലേസസ് ഒഴിവാക്കുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ക്ലോസ് കോണ്ടാക്ട് ഒഴിവാക്കുക. ക്ലോസ് കോണ്ടാക്ട് ഫിസിക്കൽ കോണ്ടാക്ട് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുക, മൊബൈൽ കൊടുക്കുക, നമ്മുടെ ചോറ്റുപാത്രം ഷെയർ ചെയ്യുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള പരിപാടി ഒഴിവാക്കുക. അപ്പം ഒഴിവാക്കേണ്ട 3 Cകളാണ് ക്ലോസ് കോണ്ടാക്ട്സ്, ക്രൗഡിങ്, കൺജസ്റ്റഡ് അറ്റ്മോസ്ഫിയർ. പാലിക്കേണ്ട 3 കാര്യങ്ങൾ SMS, അതായത് സോപ്പ്, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഇതാണ് ബ്രേക്ക് ദ ചെയിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഇപ്പോഴുള്ളത്.